മാത്തമാറ്റിക്സ് ഫിസിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 118/2022 ആണ്. ഇത് ഡിഗ്രി ലെവൽ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് LDC ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നവർക്കും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡിഗ്രി ലെവൽ എക്സാം പ്രിലിംസ് എഴുതുന്നവർക്കും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കുസ്ട്രിൻ ഡിപ്പോസിറ്റ് ഏതാണ്? കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കുസ്ട്രിൻ ഡിപ്പോസിറ്റ് ഏതാണ്? ലാക്കുസ്ട്രിൻ ഡിപ്പോസിറ്റ് ഏതാണ്? ആൻസർ കരേവ. കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കുസ്ട്രിൻ ഡിപ്പോസിറ്റ് ഏതാണ്? ആൻസർ കരേവയാണ്. ലാക്കുസ്ട്രിൻ ഡിപ്പോസിറ്റ് കരേവ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പാലക്കാട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ, ഹിമാചൽ പ്രദേശ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി. കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കുസ്ട്രിൻ ഡിപ്പോസിറ്റ്, ആൻസർ കരേവ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്? ആൻസർ പാലക്കാട് ജില്ല. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. അടൽ ടണൽ ഹിമാചൽ പ്രദേശ്. ഓക്കെ. നീതി ആയോഗിനെ സംബന്ധിച്ച താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, 2014 ജനുവരി 25 നീതി ആയോഗ് രൂപീകരിച്ചത്. 2, വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലാണ് നീതി ആയോഗ് വരുന്നത്. 3, നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനം എന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. ഇതിൽ ശരി പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 3ഉം 4ഉം ശരിയാണ്. അതായത് നീതി ആയോഗ് എന്ന് പറയുമ്പോൾ നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ശരിയാണല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനം നീതി ആയോഗ്. ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനം. അടുത്തത്, നീതി ആയോഗ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. ചിന്തിക്കുന്ന തിങ്ക് ടാങ്ക്. നീതി ആയോഗ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക്, ചിന്തിക്കുന്ന ടാങ്ക് ആണെന്നാണ് പറയുന്നത്. നീതി ആയോഗ്. ഇന്ത്യയിൽ വിവിധ ചരക്കുകളുടെയും സേവനങ്ങളുടെയും GST നിരക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്കറിയാവുന്ന ആൻസർ ഓപ്ഷൻ എ ആണ്. 5%, 12%, 18%, 28% ആണ് അല്ലേ? സേവനങ്ങളുടെയൊക്കെ GST നിരക്കാണ്. 5, 12, 18, 28. 5, 12, 18, 28 ആണ്. 5%, 12%, 18%, 28%. 5, 12, 18, 28 GST നിരക്ക് പഠിച്ചു വെച്ചോളൂ. 5, 12, 18, 28. 2022-23 യൂണിയൻ ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന നികുതികളിൽ ഏതാണ് മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് പരമാവധി വിഹിതം കൈപ്പറ്റുന്നത്? മൊത്തം നികുതി വരുമാനത്തിൽ നിന്നും പരമാവധി വിഹിതം നൽകുന്നത് ഏത് നികുതിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ചരക്ക് സേവന നികുതി. മൊത്തം നികുതി വരുമാനത്തിൽ നിന്നും പരമാവധി വിഹിതം കൊടുക്കുന്ന ആരാണ്? മൊത്തം നികുതി വരുമാനത്തിൽ നിന്നും
പരമാവധി വിഹിതം കൊടുക്കുന്നത് ആരാണ്? ചരക്ക് സേവന നികുതിയാണ്. ചരക്ക് സേവന നികുതിയാണ്. ചരക്ക് സേവന നികുതിയാണ്. താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്ത് 1-ാം സ്ഥാനത്താണ്. പുകയില കയറ്റുമതിയിൽ ലോകത്ത് 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഈ പ്രസ്താവനയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടും ശരിയാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്ത് 1-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനം പഴവർഗ്ഗം. 1-ാം സ്ഥാനം പഴവർഗ്ഗം. പുകയില കയറ്റുമതിയിൽ ലോകത്ത് 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. പുകയിലയ്ക്ക് 2-ാം സ്ഥാനവും പഴത്തിന് 1-ാം സ്ഥാനവും. പഴത്തിന് 1-ാം സ്ഥാനവും പുകയിലയ്ക്ക് 2-ാം സ്ഥാനവുമുണ്ട് ഇന്ത്യക്ക്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സേവന മേഖലയുടെ താഴെ പറയുന്ന ഉപമേഖലകൾ സമീപ വർഷങ്ങളിലെ GDP-യിലേക്കുള്ള സംഭാവനകളുടെ ആരോഹണക്രമത്തിൽ ക്രമീകരിക്കുക. GDP-യിലേക്കുള്ള സംഭാവനകളുടെ ആരോഹണക്രമത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഇത് മൂന്നും അങ്ങനെയാണ്. 3 എണ്ണവും അല്ലേ? പൊതുഭരണം, പ്രതിരോധം, മറ്റു സേവനങ്ങൾ. ചോദ്യം ഒന്നുകൂടി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സേവന മേഖലയുടെ താഴെയുള്ള ഉപമേഖലകൾ സമീപ വർഷങ്ങളിലെ GDP-യിലേക്കുള്ള സംഭാവനയുടെ ആരോഹണക്രമം, GDP ലെവൽ അനുസരിച്ച് എങ്ങനെ അവരെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്? പൊതുഭരണം, പ്രതിരോധം, മറ്റു സേവനങ്ങൾ. സാമ്പത്തികം, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് സേവനങ്ങൾ. വ്യാപാരം, അതായത് ഒന്ന് കഴിഞ്ഞ് മൂന്നാമത്തതാണ് അല്ലേ? അത് കഴിഞ്ഞ് 2 വരിക. ഒന്നാമത്തത് പൊതുഭരണം, പ്രതിരോധം, മറ്റു സേവനങ്ങൾ. രണ്ടാമത് വരുന്നതാണ് ആര്? വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, ആശയവിനിമയം, പ്രക്ഷേപണവും ബന്ധപ്പെട്ട സേവനങ്ങൾ. രണ്ടാമത്തെ വരുന്നത്. അടുത്തതാണ് ആര് വരുന്നത്? സാമ്പത്തികമൊക്കെ അടുത്തതിലാണ് വരിക അല്ലേ? പൊതുഭരണം ആദ്യമുള്ള സേവനങ്ങൾ വന്നു. അത് കഴിഞ്ഞ് വ്യാപാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അടുത്തതാണ് പണത്തെക്കുറിച്ച് പറയുക. അങ്ങനെ ഒരു ഹിൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം അല്ലേ? പൊതുഭരണം, പ്രതിരോധം, മറ്റു സേവനങ്ങൾ ഒന്നാമത്തത്. രണ്ടാമത്തെന്ന് പറയുമ്പോഴത് വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം വഴിയുള്ള പൈസ കിട്ടുന്നത്. ആശയവിനിമയത്തിന് നമുക്ക് രണ്ടാമത്തതാണ് വെച്ചേക്കുന്നത്. അടുത്തതാണെന്ത്? സാമ്പത്തികം, റിയൽ എസ്റ്റേറ്റും ബിസിനസ് സേവനങ്ങളുമൊക്കെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. വ്യവസായ സേവന മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ കുറവാണ്. ഇതിൽ ശരി പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടും പ്രസ്താവനകളും ശരിയാണ്. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ കൂടുതലാണ്. വ്യവസായ സേവന മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ കുറവാണ്. ഓക്കെ, ക്ലിക്ക് ദ പോയിന്റ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് മിനി ഭരണഘടനയുടെ ഭാഗമല്ലാത്തത്? മിനി ഭരണഘടന ഓക്കെ, ഭാഗമല്ലാത്തത് ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഭാഗമല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശ തത്വങ്ങൾക്കാണ് മുൻഗണന നൽകിയേക്കുന്നത്. ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഫീരിയർ കോടതികൾക്കോ ട്രൈബ്യൂണൽ, ബോർഡ്, കോർപ്പറേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്കോ അവർ പരാജയപ്പെട്ടതോ നിർവഹിക്കാൻ വിസമ്മതിച്ചതോ ആയ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുന്ന റിട്ട് ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി മാൻഡമസ് എന്ന റിട്ടാണ്. മാൻഡമസ് എന്ന റിട്ടാണ്. ഉത്തരവിടുന്ന റിട്ട്, സുപ്രീം കോടതി ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് എന്ന റിട്ടാണ്. കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണെന്ത്? മാൻഡമസ് എന്ന് പറയുന്ന റിട്ട്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത്? ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ, ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243A. ആർട്ടിക്കിൾ 243A ആണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത്. ആർട്ടിക്കിൾ 243A ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും പ്രകടമാക്കുന്നു. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഡാഷാണ്. എം.എൻ. റോയ്. ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൻസർ എം.എൻ. റോയ്. ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ്? കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ്? പ്രേം ബിഹാരി നരേൻ റൈസാദ. പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് കാലിഗ്രാഫർ. കൈകൊണ്ടെഴുതിയ കാലിഗ്രാഫർ പ്രേം ബിഹാരി നരേൻ റൈസാദ അല്ലേ? കൈകൊണ്ടെഴുതുന്ന അദ്ദേഹത്തിനുള്ളത് പ്രേമായിരുന്നു. പ്രേമായിരുന്നു. പ്രേം ബിഹാരി നരേൻ റൈസാദ. ഓക്കെ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? നോക്കി നോക്കണല്ലേ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇപ്പോഴത്തെ 24 മുതൽ ആരാണ്? 24 മുതൽ ആരാണ്? 24 നവംബർ മുതൽ കെ സഞ്ജയ് മൂർത്തി. ഇവിടെ ഇല്ലല്ലേ. കെ സഞ്ജയ് മൂർത്തി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG സഞ്ജയ് മൂർത്തി. ഓക്കെ. സഞ്ജയ് മൂർത്തിയാണ് കൺട്രോളർ ഓഡിറ്റർ ജനറൽ. അടുത്തത്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വികസന ആസൂത്രണത്തിൽ ഉപദേശം നൽകാനാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ? ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 4 നോക്കാം. 1, 2, 4 പഞ്ചവത്സര വാർഷിക പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഏത്? സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്രവർത്തനങ്ങൾ. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ. വാർഷിക സാമ്പത്തിക അവലോകനം എഴുതുന്നു. പ്ലാന്റ് സ്കീമുകളുമായി ബന്ധപ്പെട്ട് ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഏകോപനം നടത്തുന്നു. അതായത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് കമ്മീഷൻ അല്ലേ? ഇവിടെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? പഞ്ചവത്സര വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുക, വാർഷിക സാമ്പത്തിക അവലോകനം എഴുതി വെക്കുക, പിന്നെ പ്ലാന്റ് സ്കീമുകളുമായി ബന്ധപ്പെട്ട ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഏകോപനം നടത്തുന്നു. അടുത്തത്, കേരളത്തിലെ ലോകായുക്ത, ഉപലോകായുക്ത എന്നിവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകായുക്ത, ഉപലോകായുക്ത എന്നീ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി 1, 3 അതായത് ലോകായുക്ത, ഉപലോകായുക്ത. ഗവർണർ ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെയും ഉപലോകായുക്ത എന്നറിയപ്പെടുന്ന മറ്റു 2 പേരെയും നിയമിക്കുന്നു. മൂന്നാമത്തതിൽ 1998 നവംബറിലാണ് ലോകായുക്ത നിയമം നിലവിൽ വന്നത്. 1998 നവംബറിലാണ് ലോകായുക്ത നിയമം. 1998 നവംബറിലാണ് ലോകായുക്ത നിയമം വന്നേക്കുന്നത്. 98 നവംബർ ലോകായുക്ത.
അടുത്ത ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ളൊരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി KSLMA. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ എല്ലാം ശരിയാണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പരിപാടികളാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ പറയാം? 1. മിഷൻ്റെ ഗുണഭോക്താക്കൾ നിരക്ഷരരും നവസാക്ഷരരും സ്കൂൾ പഠനം ഉപേക്ഷിച്ചവരും ആജീവനാന്ത വിദ്യാഭ്യാസത്തിൻ്റെ താല്പര്യമുള്ളവരുമായിരിക്കണം. ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തന സാക്ഷരതയുടെ പ്രയോഗത്തിന് ഈ ദൗത്യം അവസരമൊരുക്കുന്നുണ്ട്. സർക്കാരിൻ്റെ വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പരിപാടിയിലൂടെ. ഒരു ക്വസ്റ്റ്യനും കൂടി. കേരള സർക്കാർ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ SPEM നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ ശരിയായ ജോഡി പ്രോഗ്രാം ഡൊമൈനുകളും കീ പ്രോഗ്രാമുകളും കണ്ടെത്തുക. കുടുംബശ്രീയുടെ ശരിയായ ജോഡി പ്രോഗ്രാം ഡൊമൈനുകളും കീ പ്രോഗ്രാമുകളും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം അവരുടെ പ്രോഗ്രാംസ് ആണ്. കുടുംബശ്രീയുടെ ശരിയായ ജോഡി പ്രോഗ്രാം ഡൊമൈനുകളും കീ പ്രോഗ്രാമുകളും ഏതൊക്കെയാണ് അല്ലേ? രണ്ടാമത്തത് സാമ്പത്തിക ശാക്തീകരണം കൂട്ടുകൃഷി അല്ലേ? സാമ്പത്തിക ശാക്തീകരണം കൂട്ടുകൃഷിയും സാമൂഹിക ശാക്തീകരണം അഗതികളെ തിരിച്ചറിയൽ പുനരധിവാസം. ഇതൊക്കെ അവിടെ കീ പ്രോഗ്രാമുകളും ഡൊമൈനുകളുമൊക്കെയാണ്. സാമ്പത്തിക ശാക്തീകരണവും കൂട്ടുകൃഷിയും അല്ലേ? സാമൂഹിക ശാക്തീകരണവും അഗതികളെ തിരിച്ചറിയുക, പുനരധിവസിപ്പിക്കുക. കുടുംബശ്രീയുടെ പ്രോഗ്രാമാണ്, നമുക്കത് മനസ്സിലാകും. അടുത്ത സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് ഒരു സംസ്ഥാന സർക്കാർ സംവിധാനമാണ്. അത് ഉചിതമായ ഗുണഭോക്താക്കൾക്കായി എല്ലാ സാമൂഹ്യനീതി സംരംഭങ്ങളും നടപ്പിലാക്കുന്ന സംഘടനയായി പ്രവർത്തിക്കുന്നു. ഡയറക്ടറേറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സാമൂഹ്യനീതി സംരംഭങ്ങളുടെയും ഗുണഭോക്താക്കളുടെയും ശരിയായ ജോഡിയെ താഴെ കണ്ടെത്തുക. സാമൂഹ്യനീതി സംരംഭങ്ങളുടെയും ഗുണഭോക്താക്കളുടെയും ജോഡിയെ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയാണ്. അതായത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആർക്കാണത്? ഭിന്നശേഷിയുള്ളവർക്കാണ്. അഭയകിരണം അനാഥരായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. സായം പ്രഭ ഹോം എന്നുള്ളത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ്. അഭയകിരണം അനാഥരായ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സായം പ്രഭ ഹോം എന്നുള്ളത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അടുത്തത്, ഈ തരത്തിലുള്ള വിഷബാധ സൈറ്റോക്രോം C ഓക്സിഡേസിനെ ബാധിക്കുന്നു. കൂടാതെ വിറ്റാമിൻ B12 ഒരു പ്രോജനിറ്റർ രൂപമാണ് സാധാരണയായി ആദ്യഘട്ട ചികിത്സയ്ക്ക് നൽകുന്നത്. ഈ ആശങ്കാജനകമായ അവസ്ഥ എന്താണ്? വിറ്റാമിൻ B12 പ്രോജനിറ്റർ രൂപമാണ് സാധാരണയായി ആദ്യഘട്ട ചികിത്സയ്ക്ക് നൽകുക. ഏത് വിഷബാധയാണ്? ഈ വിഷബാധ സൈറ്റോക്രോം D ഓക്സിഡേസിനെയാണ് ബാധിക്കുക. ആദ്യം ഒരു വിറ്റാമിൻ B12 കൊടുക്കുക. ഏതാണ് ആ അവസ്ഥ? ആൻസർ എന്താണ്? സയനൈഡ് വിഷബാധ. സയനൈഡ് കഴിച്ചാൽ അപ്പോൾ തന്നെ മരിച്ചു പോകും അല്ലേ? ഇവിടെ ആദ്യം കൊടുക്കുക സൈറ്റോക്രോം. ഈ വിഷബാധ സൈറ്റോക്രോം D ഓക്സിഡേസിനെയാണ് ബാധിക്കുന്നത് അല്ലേ? അടുത്തത് വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുക. ലെവോതൈറോക്സിൻ, ഓക്സിറ്റോസിൻ, ഗ്ലൂട്ടാമേറ്റ്, അസറ്റൈൽ കോളിൻ. വ്യത്യസ്തമായ ആൾക്കാർ ഇവിടെ ഏതാണ്? ഓക്സിറ്റോസിൻ, ഗ്ലൂട്ടാമേറ്റ്, അസറ്റൈൽ കോളിൻ.
ലെവോതൈറോക്സിൻ. ഇതിൽ വ്യത്യസ്തമായ ആളാരായിരിക്കണം? ആൻസർ ലെവോതൈറോക്സിൻ. അല്ലേ? അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത് ആരാണ്? അസറ്റൈൽ കോളിൻ അതായത് നമ്മൾ ന്യൂറോണിൻ്റെ ഇടയ്ക്കില്ലേ, ന്യൂറോണുകളുടെ ഇടയ്ക്ക് ന്യൂറോൺസ് ഉണ്ടല്ലോ, ന്യൂറോൺ എന്ന് പറയുമ്പോൾ അതാണ് നെർവ് അല്ലേ. ന്യൂറോണിൻ്റെ ഇടയ്ക്ക് ഉള്ള ഇവിടെ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് സിനാപ്സിൻ്റെ ഇടയ്ക്ക്, സിനാപ്സ് എന്ന് പറഞ്ഞാൽ 2 ന്യൂറോണുകൾക്കിടയിലുള്ള സ്പേസാണ് സിനാപ്സ്. 2 ന്യൂറോണുകൾക്കിടയിലുള്ള സ്പേസ് ആണെന്ത്? സിനാപ്സ് എന്ന് പറയുക. ഇതിനിടയ്ക്കുള്ള ദ്രാവകമാണെന്ത്? അസറ്റൈൽ കോളിൻ എന്ന് പറയുക. അത് ഇവിടുന്ന് അവയവങ്ങളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, പുനഃപ്രസരണം സാധ്യമാക്കുക അല്ലേ, അങ്ങനെയുള്ള സാധനമാണെന്ത്? അസറ്റൈൽ കോളിൻ എന്ന് പറയുക. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ശരി പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ 2ഉം 3ഉം. അതായത് തയാമിൻ കുറവ് മൂലമാണ് കോർസാക്കോഫ് സിൻഡ്രോം ഉണ്ടാകുന്നത്. 2 വൈകല്യങ്ങൾ അമിതമായി മദ്യപാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2 വൈകല്യങ്ങളും അമിതമായ മദ്യപാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വൈകല്യം അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ശരിയാണ്. തയാമിൻ കുറവ് മൂലമാണ് കോർസാക്കോഫ് സിൻഡ്രോം ഉണ്ടാകുന്നുള്ളത് ഞാനും എഗ്രി ചെയ്യുന്നു. അടുത്തത് ചേരുംപടി ചേർക്കുക. 42ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. പ്രൊഡക്റ്റീവ് ചുമ. ഓക്കെ, പ്രൊഡക്റ്റീവ് ചുമ സാധാരണ ന്യൂമോണിയാണ്. ത്രോംബോസൈറ്റോപീനിയ, ഡെങ്കിപ്പനി. ത്രോംബോസൈറ്റോപീനിയയ്ക്ക് പറഞ്ഞ പേരാണ് ഡെങ്കിപ്പനി എന്നുള്ളത്. ഗർഭപിണ്ഡത്തിൻ്റെ മൈക്രോസെഫാലി, സിക്ക വൈറസ്. പെൽവിക് കോശജലന രോഗം. ഇതൊക്കെ ഇംഗ്ലീഷ് പേര് മലയാളത്തിലേക്ക് ആക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. പെൽവിക് കോശജലന രോഗം എന്ന് പറയുമ്പോൾ അത് ഗൊണോറിയ. കോവിഡ്-19 വാക്സിൻ സ്പുട്നിക് 5 ഏത് തരത്തിലുള്ളതാണ്? കോവിഡ്-19 വാക്സിൻ സ്പുട്നിക് 5 ഏത് തരത്തിലുള്ള വാക്സിനാണ്? വൈറൽ വെക്റ്റർ, അഡിനോ വൈറസ് ബേസ്ഡ് വെക്റ്ററാണ്, അല്ലെങ്കിൽ വാക്സിനാണ് അല്ലേ. വൈറൽ വെക്റ്റർ വാക്സിനാണിത്. അഡിനോ വൈറസ് എന്ന് പഠിച്ചു വെച്ചേക്കണം. അഡിനോ വൈറസ്. അതായത് സ്പുട്നിക് 5 എന്ന വാക്സിനും കോവിഡ്-19 വേണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ത് തരത്തിലുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്? വൈറൽ വെക്റ്ററാണിത്. വൈറൽ വെക്റ്റർ വാക്സിനാണ്. സ്പുട്നിക് 5 എന്താണ്? വൈറൽ വെക്റ്റർ വാക്സിനാണ് അല്ലേ. ഏത് തരമാണത്? അഡിനോ വൈറസ് ബേസ്ഡാണ് ആ വൈറസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് തെറ്റായ പ്രസ്താവന നോക്കുക. പ്രമേഹത്തെക്കുറിച്ചുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉം ശരിയെന്നാണ് പറയുന്നത്. 1ഉം 2ഉം 4ഉം ശരി. അതായത് ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം രോഗപ്രതിരോധത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. ടൈപ്പ് 1 പ്രമേഹം. ഇതിപ്പോൾ ഡിഗ്രി ലെവൽസ് അല്ലെങ്കിൽ പോലും LDCക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. പ്രമേഹം ടൈപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം രോഗപ്രതിരോധത്തിൻ്റെ ഫലമാണ്. ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം രോഗപ്രതിരോധത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. പിന്നെ ഇത് ടൈപ്പ് 1 പ്രമേഹം വളരെ സാധാരണമായൊരു ജീവിതശൈലി രോഗമാണ് ഉണ്ടാവുക. ഇനി 4 എന്ന് പറയുന്നത് കടുത്ത പൊണ്ണത്തടി ടൈപ്പ് 1 പ്രമേഹത്തിനുള്ള ഒരു അപകട ഘടകമാണ്. നമ്മൾ ഈ സാധാരണ കാണുന്ന ടൈപ്പ് 1 പ്രമേഹം. ഓക്കെ, ടൈപ്പ് 2 പ്രമേഹത്തിന് ശക്തമായ ജനിതക ബന്ധമുണ്ട്. നോക്കി വായിച്ച് വെച്ചേക്കണം. ടൈപ്പ് 2 പ്രമേഹത്തിന് ശക്തമായ ജനിതക ബന്ധമുണ്ട്. ഓക്കെ, 1ഉം 3ഉം 4ഉം എന്തായിരുന്നു അല്ലേ? ഓക്കെ, ടൈപ്പ് 2 പ്രമേഹത്തിന്
ശക്തമായ ജനിതക ബന്ധമുണ്ട്. പ്രമേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗം തന്നെയാണ് പ്രമേഹം, അല്ലേ? ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഉണ്ട്. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി അത് അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും, അല്ലേ? കൊച്ചു പിള്ളേർക്ക് വരെ അത് ഉണ്ട്. ടൈപ്പ് 2 ആണ് കാണപ്പെടുക. അങ്ങനെ എന്ന് പറയുമ്പോൾ അവരുടെ ജീൻസിലുള്ള സംഭവമാണ് ടൈപ്പ് 2 ആയിട്ട് വരിക. പിന്നെ കുറേ ഷുഗർ എന്ന് പറയുന്ന സംഭവമാണ് ഈ പ്രമേഹം. ഷുഗർ ഇൻസുലിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന സംഭവമാണ് പ്രമേഹം. കുറച്ച് പ്രായമായി കഴിഞ്ഞ ശേഷമാണ് ഇത് വരിക. ഇൻസുലിനുമായി ബന്ധപ്പെട്ട കാര്യം ടൈപ്പ് 1 എന്നൊക്കെ പറയുന്ന കാര്യം. ഓക്കെ.